നമസ്കാരം. ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായി നമ്മൾ ഒരുപാട് മന്ത്രജപങ്ങളും വഴിപാടുകളും പൂജാരീതികളും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക തടസ്സങ്ങളെയും ശത്രുദോഷങ്ങളെയും നെഗറ്റീവ് ശക്തികളെയും തുരത്തി ഓടിക്കുവാനുള്ള ഒരു താന്ത്രിക രീതിയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത്. നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുവാനായി ഞാനിവിടെ 4 വഴികളെക്കുറിച്ചാണ് പറയുന്നത്. ഇതിൽ ഏതൊരു രീതികൾ വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. മാത്രമല്ല ഇത് മുഴുവനായിട്ടും താന്ത്രിക രീതികളിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ നമുക്ക് പീരിയഡ്സ് ആണെങ്കിലും നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും പുലവാലായ്മ ഉണ്ടെങ്കിലും നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഏത് ദിവസങ്ങൾ മുതൽ ചെയ്യണമെന്നാൽ നിങ്ങൾ എപ്പോൾ ഈ വീഡിയോ കണ്ടു തുടങ്ങുന്നുവോ അന്ന് രാത്രി മുതൽക്ക് ഈ താന്ത്രികങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് തുടർച്ചയായി ചെയ്തുകൊണ്ട് വരാവുന്നതാണ്. നമ്മുടെ പല വീഡിയോകളിലൂടെയും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സകല കഷ്ടപ്പാടുകളുടെയും തുടക്കം എന്ന് പറയുന്നത് ദൃഷ്ടിദോഷം തന്നെയാണ്. ആദ്യം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഈ ദൃഷ്ടിദോഷത്തെയും ശത്രുദോഷത്തെയും ഇല്ലായ്മ ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതല്ലാതെ എത്ര തന്നെ ഓടിയാലും എത്ര തന്നെ സമ്പാദിച്ചാലും നമ്മുടെ കയ്യിൽ 1 രൂപ പോലും തങ്ങില്ല. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകില്ല. എപ്പോഴും വഴക്കുകളും പ്രശ്നങ്ങളും മാത്രമായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളെയാണ് നമ്മൾ ആദ്യം തന്നെ ഇല്ലായ്മ ചെയ്യേണ്ടത്. അത് ചെയ്യുവാനായിട്ട് ഞാൻ ഇവിടെ പറയുന്നത് കുത്തോ പുള്ളികളോ ഇല്ലാത്ത ഒരു നാരങ്ങയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഈ താന്ത്രികങ്ങൾ ഞാൻ പറയുന്നതെല്ലാം തന്നെ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ തലയണയ്ക്ക് താഴെ വെക്കേണ്ട സാധനങ്ങളാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയാകുന്നതാണ്. അപ്പോൾ ആദ്യം ദൃഷ്ടിദോഷവും ശത്രുദോഷവും മാറിക്കിട്ടുവാനായും സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായും നമ്മൾ ചെയ്യേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുത്തോ പുള്ളികളോ ഇല്ലാത്ത ഒരു ചെറുനാരങ്ങ എടുക്കാവുന്നതാണ്. ഇത് നമ്മൾ കിടന്നുറങ്ങുവാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ച് ഓം ശക്തി ഓം ശക്തി ഓം ശക്തി എന്ന് 3 തവണ നമ്മൾ ചൊല്ലുക. ഇത് ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം ഈ ചെറുനാരങ്ങ നമ്മുടെ തലയണയ്ക്കു താഴെ വെക്കാവുന്നതാണ്. വെച്ച് നമുക്ക് കിടന്നുറങ്ങാം. നിങ്ങൾ കവറിൽ പൊതിയണമെന്നോ തുണിയിൽ പൊതിയണമോ എന്നൊന്നും സംശയിക്കേണ്ട കാര്യമില്ല. അതൊന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഇത് 3 ദിവസം നമ്മുടെ തലയണയ്ക്ക് താഴെ വെക്കാം. ഈ 3 ദിവസവും രാവിലെ ഉണർന്നതും കുളിക്കുന്നതിന് മുന്നേ തന്നെ ഇതിനെ എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. അത് ആരും കാണാത്ത സ്ഥലത്ത് മാറ്റി വെക്കാം, അല്ലെങ്കിൽ തലയണയ്ക്ക് താഴെ തന്നെ വെക്കാവുന്നതാണ്. അതെല്ലാം അവരവരുടെ ഇഷ്ടങ്ങളനുസരിച്ച് ചെയ്യാം. ഇനി നമ്മൾ എന്തു ചെയ്യണമെന്നാൽ, നിങ്ങൾ ഏത് ദിവസം വെച്ചിരിക്കുകയാണെങ്കിലും 3 ദിവസത്തിനു ശേഷം നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ദുർഗാദേവിയുടെ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ച് അവിടെ ക്ഷേത്രത്തിന് മുന്നിലുള്ള ത്രിശൂലത്തിൽ ഈ നാരങ്ങ കുത്തിവെച്ച് വരാവുന്നതാണ്. ഇനി നമ്മുടെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഇത് വെക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇത് അവിടെ ചെന്നുകൊണ്ട് പ്രാർത്ഥിച്ച് ആൻറ്റി ക്ലോക്ക് വൈസിൽ നമ്മൾ 3 പ്രാവശ്യം ഒഴിഞ്ഞ് ഇതിനെ നമ്മൾ ക്ഷേത്രത്തിൽ നിന്നും വെളിയിൽ വരുന്ന സമയത്ത് ആരും കാൽപ്പെടാത്ത സ്ഥലത്ത്, അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത സ്ഥലത്ത്, അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കിക്കളയാവുന്നതാണ്. ഇത് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലെ സകല വിധത്തിലുള്ള തടസ്സങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്ന ഒന്നാണ്. ഇത് ഏറ്റവും ഉത്തമമായ ഒരു താന്ത്രിക രീതിയാണ്. ചെയ്തു നോക്കൂ, തീർച്ചയായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും. ഇനി ഞാൻ രണ്ടാമതായി പറയുവാൻ പോകുന്ന കാര്യം എന്തെന്നാൽ, ഒരു മഞ്ഞൾ നിറത്തിലുള്ള തുണിയെടുക്കുക. അതിൽ 1 കൈപ്പിടി കല്ലുപ്പ് വെക്കാവുന്നതാണ്. ഈ കല്ലുപ്പ് ഒരു കിഴിരൂപത്തിൽ കെട്ടി നമ്മൾ ഏതൊരു ദിവസമാണെങ്കിലും, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇന്നാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇന്നു തന്നെ നിങ്ങൾക്കിത് തുടങ്ങാവുന്നതാണ്. 7 ദിവസം നമ്മുടെ തലയണയ്ക്ക് താഴെ ഈ കിഴി വെക്കാവുന്നതാണ്. ഇങ്ങനെ വെച്ചു കഴിഞ്ഞതിനു ശേഷം മറക്കാതെ 7 ദിവസത്തിനു ശേഷം ഈ കല്ലുപ്പ് വെള്ളത്തിൽ അലിയിച്ച് ഒഴുക്കിക്കളയാവുന്നതാണ്. അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ കൊണ്ടുപോയി ഇടാവുന്നതാണ്. അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി നമുക്ക് ഇത് ഉപേക്ഷിക്കാവുന്നതാണ്. ഇത് തുണിയോടുകൂടി തന്നെയാണ് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടത്. നമ്മൾ വെള്ളത്തിൽ അലിയിച്ച് കളയുകയാണെങ്കിൽ ആ തുണി നമുക്ക് മാറ്റി
ഡസ്റ്റ്ബിന്നിലിടാം, അല്ലെങ്കിൽ അത് കത്തിച്ചു കളയാവുന്നതാണ്. കല്ലുപ്പിനും ചെറുനാരങ്ങയ്ക്കും നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവ് ശക്തികളെ പരിപൂർണമായും തുടച്ചു മാറ്റുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ എടുത്തു പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് ദൈവിക കടാക്ഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും നമുക്ക് എപ്പോഴും ദൈവചിന്തകൾ ഉണ്ടാകുവാനും മാത്രമല്ല നമുക്ക് കുലദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുവാനുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുവാനുമായിട്ടും നിങ്ങൾ തലയണയ്ക്ക് താഴെ വെക്കേണ്ട ഒരു വസ്തു എന്തെന്നാൽ പുണുക്. അങ്ങാടി മരുന്ന് കടകളിൽ ലഭിക്കുന്ന ഒന്നാണ് ഈ പുണുക് അല്ലെങ്കിൽ അരഗജ എന്ന് പറയും. ഈ രണ്ട് വസ്തുക്കളിൽ വളരെ നല്ല സുഗന്ധമുള്ള വസ്തുക്കളാണ്. ഇത് ദൈവിക കടാക്ഷത്തെ വർദ്ധിപ്പിക്കുവാനും പണവരവിനെ വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്ന ഒന്നാണ്. ഇത് കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. ഇത് നമ്മുടെ കയ്യിലുണ്ട്, വേണമെന്നുള്ളവർക്ക് ഞാൻ വാട്സാപ്പ് നമ്പർ അയച്ചു തരുന്നതായിരിക്കും. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങി നമ്മുടെ തലയണയ്ക്ക് താഴെ നിത്യവും വെക്കാവുന്നതാണ്. എത്ര ദിവസം എന്ന കണക്കില്ല. ഇത് വെക്കുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ കുലദൈവ വാസം എപ്പോഴും ഉണ്ടാകുന്നതായിരിക്കും. നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും തന്ന് അനുഗ്രഹിക്കുന്നതുമായിരിക്കും. ഇനി നിങ്ങൾ നാലാമതായിട്ട് ദുർസ്വപ്നങ്ങൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവ് ശക്തികൾ എന്നെ പിന്തുടരുന്നുണ്ട്, മാത്രമല്ല ഉറക്കങ്ങളൊന്നും വരുന്നില്ല എന്ന് പറയുന്നവരാണെങ്കിൽ ശുദ്ധമായ ചന്ദനം, ഇതും അങ്ങാടി മരുന്ന് കടകളിൽ ലഭിക്കുന്ന ഒന്നാണ്. ശുദ്ധമായ ചന്ദനം അല്ലെങ്കിൽ ഒരു ചന്ദനത്തിൻ്റെ കഷ്ണം വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ ചന്ദനത്തിൻ്റെ പൊടി ഒരു കവറിൽ സിപ്ലോക്ക് കവറിൽ ആക്കി അത് നമുക്ക് തലയണയ്ക്ക് താഴെ വെക്കാവുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എത്ര ദിവസം എന്ന കണക്കില്ല. നിങ്ങൾക്ക് എപ്പോൾ മാറ്റണം എന്ന് തോന്നുന്നുവോ ആ സന്ദർഭങ്ങളിൽ മാത്രം ഇത് മാറ്റിയാൽ മതിയാകുന്നതാണ്. അതുപോലെ തന്നെ പണം നമ്മുടെ കൈകളിൽ 1 രൂപ പോലും തങ്ങി നിൽക്കുന്നില്ല. പാഴ്ചിലവുകൾ വർദ്ധിച്ചു വരികയാണ്. ജീവിതത്തിൽ കടം പ്രശ്നങ്ങൾ ഏറി വരികയാണ്. എന്തു ചെയ്യണമെന്ന് ഒരു ഗതിയും ഇല്ലാതെ നിൽക്കുന്നവരാണെങ്കിൽ ഞാൻ ഇവിടെ അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയാം. ഇതൊന്നും നിങ്ങൾ ചെയ്തു നോക്കുക. ഉറപ്പായും ജീവിതത്തിൽ ഒരു വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിരിക്കും. ഇതിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണെങ്കിൽ പോലും ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. 1 രൂപ നാണയം അല്ലെങ്കിൽ ഒരു വെള്ളി കോയിൻ, ഇവയിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് നമ്മൾ നമ്മുടെ തലയണയ്ക്ക് താഴെ വെക്കാവുന്നതാണ്. 1 മാസം തുടർച്ചയായിട്ട് നിങ്ങൾ വെക്കുക. 30 ദിവസവും ഇത് നമ്മുടെ തലയണയ്ക്ക് താഴെ വെച്ച് രാവിലെ ഉണർന്ന ഉടൻ തന്നെ ആ നാണയം എടുത്ത് നമ്മൾ നമ്മുടെ 2 കൈകളുടെയും നടുവിൽ വെച്ച്, അതായത് 2 കൈകളെയും ചേർത്ത് പിടിച്ച് അതിൽ വെച്ചുകൊണ്ട് ആ നാണയത്തെ നോക്കി ഓം ശ്രീം നമ, ഓം ശ്രീം നമ എന്നുള്ള മന്ത്രം ജപിക്കാം. അല്ലെങ്കിൽ ധനം പണം ദിനം ദിനം, ധനം പണം ദിനം ദിനം, ധനം പണം ദിനം ദിനം എന്നുള്ള മന്ത്രം നമുക്ക് ഒരു 11 തവണ ചൊല്ലാവുന്നതാണ്. ഇത് നമ്മൾ 1 മാസം ചെയ്യുമ്പോഴേക്കും തന്നെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും. രാവിലെ എഴുന്നേറ്റ് ഈ നാണയം നോക്കി നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലി ഇതിനെ നമുക്ക് മാറ്റിവെക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാറ്റിവെക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും തലയണയ്ക്ക് താഴെ തന്നെ വെക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ 30 ദിവസവും ഇത് തുടർച്ചയായി ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഇതിൽ ഏതൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും പരിപൂർണമായ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതാണ്. നമുക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് എന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കേണ്ടതാണ്. ഇനി വിശ്വാസമില്ലാതെയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ ഒരു 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട കാര്യം പോലും ഒരു 15 ദിവസമോ 20 ദിവസമോ 1 മാസമോ 3 മാസമോ വരെയും സമയം എടുക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് പൂർണ്ണമായ വിശ്വാസമുണ്ടെങ്കിൽ അതിൻ്റേതായ ഫലം നമ്മളെ പെട്ടെന്ന് തേടിയെത്തും എന്ന് ഞാനിവിടെ എടുത്തു പറയുന്നത്. വലിയ പണച്ചിലവുകളൊന്നും തന്നെ ഇല്ലാതെ നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനും സാമ്പത്തിക തടസ്സങ്ങളെ മാറ്റിയെടുക്കുവാനും നെഗറ്റീവ് ശക്തികളെ തുരത്തി ഓടിക്കുവാനും ദൃഷ്ടിദോഷത്തെ ഇല്ലായ്മ ചെയ്യുവാനും വേണ്ടിയുള്ള പരിഹാര മാർഗങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ആർക്കു വേണമെങ്കിലും ചെയ്തു നോക്കാം. നമ്മുടെ ഈ മതത്തിൽ വിശ്വസിക്കുന്നവരല്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്കിത് ചെയ്തു നോക്കാവുന്നതാണ്. നല്ല റിസൾട്ട് നമ്മളെ തേടിയെത്തുന്നതായിരിക്കും. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യുക. തീർച്ചയായും ഫലം നിങ്ങളെ തേടി വരും. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള താന്ത്രികങ്ങൾ, ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ, മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ, കൂടാതെ തന്നെ മന്ത്രജപങ്ങൾ, മാത്രമല്ല താന്ത്രികങ്ങൾ, പരിഹാര മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഈ വീഡിയോ ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ.
ഓം നമോ വെങ്കിടേശായ നമഃ.